ഐസക് അന്നയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ കേരള ജിയോഗ്രഫിയുടെ നദികൾ, കേരള രാഷ്ട്രീയം ഒരു അവലോകനം എന്നീ ക്ലാസ്സുകളാണ് ചർച്ച ചെയ്തത്. ഇന്ന് പിന്നീട് നമ്മൾ ഇന്ത്യ ചരിത്രത്തിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളെക്കുറിച്ചാണ് ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ബ്രിട്ടീഷ് ഭരണാധികാരികളിലെ ഗവർണർ ജനറൽമാരെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഗവർണർ ജനറൽമാരെ കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലോ മാച്ച് ദ ഫോളോവിങ്ങിലോ ചോദിച്ചാൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലാസ് തുടങ്ങുന്നതിനും ഒരു കാര്യം പറയട്ടെ. HSC സോഷ്യൽ സയൻസ്, LDC LGS പ്രിപ്പയർ ചെയ്യുന്നവർക്കും കൂടാതെ LSS പരീക്ഷയെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഐസക് എന്ന ചാനലിലൂടെ ക്ലാസ്സുകൾ നൽകി പോരുന്നുണ്ട്. സെറ്റ് നെറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന, എക്കണോമിക്സിൻ്റെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള സിലബസ് ഓറിയൻറ്റഡ് ഒബ്ജക്റ്റീവ് ക്ലാസ്സുകളും റിവിഷൻ ക്ലാസ്സുകളും ഈ ചാനലിലൂടെ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഓക്കെ, അപ്പോൾ HSC സോഷ്യൽ സയൻസിൻ്റെ ഇനി വിജ്ഞാപനം ഉടനടി ഇറങ്ങും. ഈ തവണത്തെ ഒരു വളരെ ഗോൾഡൻ ചാൻസാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നേ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇടം പിടിക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡൽഹൌസി പ്രഭുവിൻ്റെ കാര്യം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1857 ഒരു വലിയ വിപ്ലവം നടന്നു. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപായി ലഹള എന്ന് പറയുന്നൊരു വിപ്ലവം നടന്നു. ആ സമയത്ത് ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു. പക്ഷേ ആ വിപ്ലവം ഇന്ത്യയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുക്കുകയും വിക്ടോറിയ രാജ്ഞി 1858 ഒരു വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തതോടുകൂടി ഗവർണർ ജനറൽ എന്ന സ്ഥാനപ്പേര് മാറുകയും അതിന് പകരം വൈസ്രോയ്, ഇന്ത്യയിൽ ഒരു വൈസ്രോയ് നിയമിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ഈ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയും എന്ന പേര് ആർക്ക് സ്വന്തമായി? കാനിങ് പ്രഭുവിന് സ്വന്തമായി. കാനിങ് പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയും. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല സ്ഥാപിതമായത് കൽക്കട്ടയിലാണ്. അദ്ദേഹം കൽക്കട്ടയെ കൂടാതെ ബോംബെ, മദ്രാസ് പ്രസിഡൻസികളിലും സർവകലാശാലകൾ സ്ഥാപിച്ചത് ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് 1860 ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചതും കാനിങ് പ്രഭുവിൻ്റെ കാലത്തായിരുന്നു, 1860. ഇന്ത്യൻ പീനൽ കോഡ് IPC ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കിയതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. കാനിങ് പ്രഭുവാണ് ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കിയത്. അപ്പോൾ ഇന്ന് നമുക്ക് ആ പീനൽ കോഡിൻ്റെ പേരെല്ലാം മാറ്റി ഭാരതീയ ശിക്ഷാ നിയമം എന്നെല്ലാം പേരുകൾ മാറ്റിയിട്ടുണ്ട്. നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ പറയാം. ഓക്കെ, പിന്നെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി എന്ന് പറയുന്നത് തോമസ് ബാബിങ്ടൺ മെക്കാളെ പ്രഭു. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി ആരാണ്? തോമസ് ബാബിങ്ടൺ മെക്കാളെ. എന്തെങ്കിലും കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ശിക്ഷാ നിയമം, ഭാരതീയ ശിക്ഷാ നിയമമൊക്കെ പേര് മാറ്റിയതിന് ശേഷം അതിൽ നിന്ന് ചോദ്യം ഉറപ്പാണ്. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി എന്ന് പറയുന്നത് തോമസ് ബാബിങ്ടൺ മെക്കാളെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ജെയിംസ് വിൽസൺ ആണ്. അദ്ദേഹം ബഡ്ജറ്റിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1861 രൂപീകരിച്ചപ്പോൾ ആരാണ്? കാനിങ് പ്രഭു ആയിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന മറ്റ് വകുപ്പുകളാണ് പോർട്ട്ഫോളിയോ സമ്പ്രദായം, ആദായ നികുതി വകുപ്പ്. പോർട്ട്ഫോളിയോ സമ്പ്രദായവും ആദായ നികുതി വകുപ്പും എല്ലാം അദ്ദേഹം കൊണ്ടുവന്നതാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഹൈക്കോടതി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാ തലസ്ഥാനങ്ങളിലും ഒരു ഹൈക്കോടതി സ്ഥാപിക്കണമെന്നും അദ്ദേഹത്തിന് ഒരു ആവശ്യമായിരുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് പട്ടാളക്കാർക്കിടയിൽ വൈറ്റ് മ്യൂട്ടിനി നടന്നത് കാനിങ് പ്രഭുവിൻ്റെ കാലത്താണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് പട്ടാളക്കാർക്കിടയിൽ വൈറ്റ് മ്യൂട്ടിനി നടന്നത് കാനിങ് പ്രഭുവിൻ്റെ കാലത്താണ്. ബംഗാളിലെ ഇൻഡിഗോ കലാപം 1859 ഇൻഡിഗോ കലാപം അരങ്ങേറിയതും കാനിങ് പ്രഭുവിൻ്റെ കാലത്താണ്. ബംഗാളിൽ ഇൻഡിഗോ കലാപം, നീലം കർഷകരുടെ കലാപം അരങ്ങേറിയതും കാനിങ് പ്രഭുവിൻ്റെ കാലത്താണ്. വർഷം 1859.
അടുത്തതായിട്ടാണ് എൽജിൻ പ്രഭു. 1862 ഇന്ത്യയിൽ ആദ്യത്തെ ഹൈക്കോടതി സ്ഥാപിച്ചപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി ആയിരുന്നു എൽജിൻ പ്രഭു. 1862 ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി സ്ഥാപിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അത് സ്ഥാപിച്ചപ്പോഴുള്ള വൈസ്രോയി ആരായിരുന്നു? എൽജിൻ പ്രഭു. മറന്നു പോകരുത്. വഹാബി ലഹള അന്ന് വഹാബി ഒരു വംശ ആയിരുന്നു. ആ വഹാബി ലഹള അടിച്ചമർത്തിയതും എൽജിൻ പ്രഭു ആയിരുന്നു. സർ ജോൺ ലോറൻസ് ഇന്ത്യയിൽ വനം വകുപ്പ് ആരംഭിച്ചു. സർ ജോൺ ലോറൻസ് ആണ് വനം വകുപ്പ് ആരംഭിച്ചത്. സമർത്ഥമായ നിഷ്ക്രിയ തത്വം നടപ്പിലാക്കിയതും സർ ജോൺ ലോറൻസ് ആണ്. പഞ്ചാബിന് രക്ഷകൻ, ഇന്ത്യയുടെ രക്ഷകൻ എന്നിവയെല്ലാം അറിയപ്പെടുന്നു. പഞ്ചാബിൽ ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ അതിന് സമർത്ഥമായ നയം സ്വീകരിച്ച് അതിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർത്തത് സർ ജോൺ ലോറൻസ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെ നമ്മൾ പഞ്ചാബിൻ്റെ രക്ഷകൻ എന്ന് വിളിച്ചത്. ഇദ്ദേഹം നിയമിച്ച ക്ഷാമ കമ്മീഷൻ തലവനാണ് ജോർജ് കാമ്പൽ. അപ്പോൾ ഇനിയും ക്ഷാമ കമ്മീഷനുകൾ വരുന്നുണ്ട്. ജോർജ് കാമ്പൽ എന്ന ക്ഷാമ കമ്മീഷൻ നിയോഗിച്ചത് ആരായിരുന്നു? ജോൺ ലോറൻസ്. മറന്നുപോയത് ജോർജ് കാമ്പൽ എന്ന ക്ഷാമ കമ്മീഷൻ നിയോഗിച്ചത് ആരായിരുന്നു? സർ ജോൺ ലോറൻസ്. അടുത്തത് മേയോ പ്രഭു. സാമ്പത്തിക വികേന്ദ്രീകരണം ഇന്ത്യയിൽ നടപ്പിലാക്കി. ഇന്ത്യയിൽ സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കിയത് മേയോ പ്രഭുവാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കിയത് ആരായിരുന്നു? മേയോ പ്രഭു. അതുകൊണ്ട് അദ്ദേഹത്തിനെ വികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മേയോ പ്രഭുവിനെ എന്തറിയപ്പെടുന്നു? വികേന്ദ്രീകരണത്തിൻ്റെ പിതാവ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ്, കാനേഷ്മാരി എന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാം. കാനേഷ്മാരി നിങ്ങൾ പരിചിതമില്ലാത്ത പദമാണ്. സെൻസസിൻ്റെ മറ്റൊരു ടേമാണ്. 1872 ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്നത് മേയോ പ്രഭുവിൻ്റെ കാലത്താണ്. കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചു. കാർഷിക വകുപ്പുകളും വാണിജ്യ വകുപ്പുകളും ആരംഭിച്ചതും മേയോ പ്രഭുവിൻ്റെ കാലത്താണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സ്ഥാപിച്ചത് മേയോ പ്രഭുവിൻ്റെ കാലത്താണ്. ഇന്ത്യയിൽ ആൻഡമാനിൽ വെച്ച് അദ്ദേഹം വധിക്കപ്പെട്ടു. ആൻഡമാനിൽ വെച്ച് വധിക്കപ്പെട്ട വൈസ്രോയി ആയിരുന്നു മേയോ പ്രഭു. അടുത്തതാണ് നോർത്ത് ബ്രൂക്ക്. കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് ഇന്ത്യയിൽ ആരംഭിച്ചത് നോർത്ത് ബ്രൂക്കാണ്. ഇന്ത്യയിൽ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് ആരംഭിച്ചത് ആരായിരുന്നു? നോർത്ത് ബ്രൂക്കാണ്. പഞ്ചാബിലെ കൂഗ കലാപ സമേത വൈസ്രോയും. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് കൂഗ കലാപം അരങ്ങേറിയ സംസ്ഥാനം പഞ്ചാബാണ്. കൂഗ കലാപം അരങ്ങേറിയ സംസ്ഥാനം പഞ്ചാബാണ്. ആ സമയത്ത് വൈസ്രോയി ആരായിരുന്നു? നോർത്ത് ബ്രൂക്ക്. വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോഴും വൈസ്രോയി ആരായിരുന്നു? നോർത്ത് ബ്രൂക്ക്. വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോഴുള്ള വൈസ്രോയി ആരായിരുന്നു? നോർത്ത് ബ്രൂക്ക്. ഇന്ത്യക്ക് ഒരു സ്വതന്ത്ര വ്യാപാര നയം ആരംഭിച്ചു. എല്ലാ റെഗുലേഷൻസും എടുത്തു കളഞ്ഞ ഒരു സ്വതന്ത്ര വ്യാപാര നയം ആരംഭിച്ചു. അടുത്ത വ്യക്തിയാണ് ലിട്ടൻ പ്രഭു. വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിയെ പ്രഖ്യാപിച്ച സമയത്ത് അദ്ദേഹമായിരുന്നു വൈസ്രോയി. ലിട്ടൻ പ്രഭു ഡൽഹി ദർബാറൊക്കെ നടത്തി വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെയും കൂടി ചക്രവർത്തിനിയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് ലിട്ടൻ പ്രഭുവിൻ്റെ കാലത്താണ്. ഇന്ത്യക്കാർക്കായിട്ട് പ്രത്യേക സിവിൽ സർവീസ് ആരംഭിച്ചു. ഇന്ത്യക്കാർക്കായിട്ട് അദ്ദേഹം പ്രത്യേകമായി സിവിൽ സർവീസ് ആരംഭിച്ചു. നേരത്തെ 21 വയസ്സായിരുന്നു പ്രായപരിധി, അത് 19 വയസ്സായി കുറച്ചു. ഈ ലിട്ടൻ പ്രഭു എന്ത് ചെയ്തു? 21 വയസ്സ് എന്നുള്ളത് 19 വയസ്സാക്കി കുറച്ചു. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കി. എല്ലാ പത്ര സ്വാതന്ത്ര്യങ്ങളും നിർത്തലാക്കി. പ്രാദേശിക ഭാഷ പത്ര നിയമം, അതായത് പത്ര സ്വാതന്ത്ര്യം നിർത്തലാക്കിയതും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ തൂലിക നാമമാണ് ഓവൻ മെർഡിത്ത്. ലിട്ടൻ പ്രഭുവിൻ്റെ തൂലിക നാമമാണ് എന്ത്? ഓവൻ മെർഡിത്ത്. ലിട്ടൻ പ്രഭുവിൻ്റെ തൂലിക നാമം എന്താണ്? ഓവൻ മെർഡിത്ത്. സർ സയ്യദ് അഹമ്മദ് ഖാൻ മുഹമ്മദ് ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അലിഗഡിൽ സ്ഥാപിച്ചപ്പോൾ ഇദ്ദേഹമായിരുന്നു വൈസ്രോയി. ആരായിരുന്നു? ലിട്ടൻ പ്രഭു. സർ സയ്യദ് അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അലിഗഡിൽ സ്ഥാപിച്ചു. ഏത് വർഷം? 1875. ആരായിരുന്നു ആ സമയത്തെ വൈസ്രോയി? ലിട്ടൻ പ്രഭു. ക്ഷാമ കമ്മീഷൻ, അദ്ദേഹം ഒരു ക്ഷാമ കമ്മീഷൻ ചെയർമാനെ നിയമിച്ചു. അതാണ് റിച്ചാർഡ് സ്ട്രാച്ചി. അതാണ് ക്ഷാമ കമ്മീഷൻ. മറന്നു പോകരുതെന്ന് ഞാൻ പറഞ്ഞത്. ലിട്ടൻ പ്രഭുവിൻ്റെ കാലത്തെ ക്ഷാമ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? റിച്ചാർഡ് സ്ട്രാച്ചി. ലിട്ടൻ പ്രഭുവിൻ്റെ കാലത്തെ ക്ഷാമ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? റിച്ചാർഡ് സ്ട്രാച്ചി. ഓക്കെ.
അടുത്തത് റിപ്പൺ പ്രഭു, ജനകീയനായ വൈസ്രോയ് എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിയമം കണ്ടും ബുദ്ധിമുട്ടിയപ്പോഴത്തേക്കും പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ നല്ലൊരു അടുത്ത വ്യക്തിയായിട്ട് വന്നതാണ് റിപ്പൺ പ്രഭു ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങളുണ്ടായാലും അതിനൊരു നല്ല വശം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നതായിരിക്കും. ലിട്ടൻ പ്രഭുവിൻ്റെ ഭരണനയങ്ങളും എടുത്തപ്പോൾ പിന്നീട് വന്ന വൈസ്രോയ് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഓക്കെ, എൻ്റെ വാക്കുകൾ കൊണ്ടല്ല എൻ്റെ പ്രവൃത്തി കൊണ്ടാണ് വിലയിരുത്തേണ്ടതാണ് റിപ്പൺ പ്രഭു പറഞ്ഞത്. എൻ്റെ വാക്കുകൾ കൊണ്ടല്ല എൻ്റെ പ്രവൃത്തികൾ കൊണ്ടാണ് നിങ്ങളെന്നെ വിലയിരുത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ജനകീയനായി വൈസ്രോയ് എന്നാണ്. കാരണം ജനങ്ങൾക്ക് ഒരുപാട് ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് കൂടുതലായിട്ട് നിന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ജനകീയനായി വൈസ്രോയ് എന്നാണ് റിപ്പൺ പ്രഭു അറിയപ്പെട്ടിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നാണ്, ഫാദർ ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നു. പ്രാദേശിക ഭാഷാപത്ര നിയമം, ഈ പത്ര സ്വാതന്ത്ര്യം അനുവദിച്ചു. ലിട്ടൻ പ്രഭു നടപ്പിലാക്കിയ പ്രാദേശിക ഭാഷാപത്ര നിയമം നിർത്തലാക്കി. ആര്? റിപ്പൺ പ്രഭു. ഒഫീഷ്യൽ സെൻസസ് ആരംഭിച്ചു. മേയോ പ്രഭു 1872 ഒരു സെൻസസ് നടത്തിയായിരുന്നു. പക്ഷെ അത് ഒഫീഷ്യലായിട്ടായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം 1872 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒഫീഷ്യൽ സെൻസസ് ആരംഭിച്ചു. 1872 പ്രാഥമിക സെക്കൻഡറി വിദ്യാലയത്തിൻ്റെ പരിഷ്കരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഹണ്ടർ കമ്മീഷൻ നിയോഗിച്ചു. പ്രാഥമിക സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് എന്തായിരുന്നു? 1882 എന്ത് നിയോഗിച്ചു? ഹണ്ടർ കമ്മീഷൻ നിയമിച്ചു. വീണ്ടും സിവിൽ സർവീസ് പ്രായം 21 നമ്മുടെ ലിട്ടൻ പ്രഭു എന്ത് ചെയ്തു? 19 കുറച്ചായിരുന്നു. പക്ഷേ റിപ്പൺ പ്രഭു വീണ്ടും 21 വയസ്സാക്കി ചെയ്തു. ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബർട്ട് ബില്ല്. ഈ ഇൽബർട്ട് ബിൽ നിയമത്തെ തുടർന്ന് അദ്ദേഹം രാജിവെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചു കൊണ്ടിട്ടുള്ള നിയമമായിരുന്നു ഇൽബർട്ട് നിയമം. ഈ ഇൽബർട്ട് നിയമം പാസ്സാക്കിയത് റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ്. ഇൽബർട്ട് നിയമം പാസ്സാക്കിയത് ആരുടെ കാലത്താണ്? റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ്. അടുത്തത് ഡഫ്രിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമയത്ത് എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്? 1885 ഡിസംബർ 28 എന്നാണ് INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. 1885 ഡിസംബർ 28. ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊടുത്ത വൈസ്രോയി ആയിരുന്നു ഡഫ്രിൻ പ്രഭു. അദ്ദേഹം കോൺഗ്രസിന് വിശേഷണം കൊടുത്തു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി. എന്താണ് കോൺഗ്രസിന് വിശേഷണം ഡഫ്രിൻ പ്രഭു കൊടുത്തത്? ഡഫ്രിൻ പ്രഭു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി. ഉയർന്ന സർക്കാർ ഉദ്യോഗങ്ങൾ ഇന്ത്യക്കാർക്ക് നൽകണമെന്ന് പറഞ്ഞ കമ്മീഷനാണ് ഐച്ചിൻസൺ കമ്മീഷൻ. അദ്ദേഹത്തിൻ്റെ സമയത്ത് ഡഫ്രിൻ പ്രഭുവിൻ്റെ കാലത്ത് കമ്മീഷൻ ഐച്ചിൻസൺ കമ്മീഷൻ എന്താണ് പറഞ്ഞത്? ഉയർന്ന സർക്കാർ ഉദ്യോഗങ്ങൾ ഇന്ത്യക്കാർക്കും കൂടി നൽകണമെന്ന് പറഞ്ഞു. അടുത്തത് ലാൻഡ് ഡൗൺ പ്രഭു ഇന്ത്യൻ സിവിൽ സർവീസിനെ ഇമ്പീരിയൽ പ്രൊവിൻഷ്യൽ സബോർഡിനേറ്റ് എന്നിങ്ങനെ തിരിച്ചു. എന്താണ്? ഇന്ത്യൻ സിവിൽ സർവീസിനെ 3 തിരിച്ചത് ആരാണ്? ലാൻഡ് ഡൗൺ പ്രഭു ആണ്. ഏതാണ്? ഇമ്പീരിയൽ, പ്രൊവിൻഷ്യൽ, സബോർഡിനേറ്റ്. ഇന്ത്യൻ സിവിൽ സർവീസിനെ ഇമ്പീരിയൽ എന്നും പ്രൊവിൻഷ്യൽ എന്നും സബോർഡിനേറ്റ് എന്നെങ്കിലും തിരിച്ചത് ലാൻഡ് ഡൗൺ പ്രഭുവാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം സ്ഥിരപ്പെടുത്തി. ലാൻഡ് ഡൗൺ പ്രഭു എന്ത് ചെയ്തു? ഇന്ത്യൻ രൂപയുടെ മൂല്യം സ്ഥിരപ്പെടുത്തി. മത്സര പരീക്ഷയിൽ, അതായത് ചില പ്രത്യേക പരീക്ഷകൾ ഇന്ത്യക്കാർക്കായിട്ട് പ്രത്യേക സിവിൽ സർവീസ് പരീക്ഷ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ വേണ്ട എല്ലാവർക്കും കോമൺ ആയിട്ട് ബ്രിട്ടീഷുകാർക്കായാലും ഇന്ത്യക്കാർക്കായിട്ടുള്ള വിവേചനം ആ പരീക്ഷയിൽ നിന്നും റദ്ദാക്കി. ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് ഇല്ല എന്നുള്ളതും ലാൻഡ് ഡൗൺ പ്രഭുവിൻ്റെ നയമായിരുന്നു. അടുത്തതാണ് എൽജിൻ സെക്കൻഡ്. ഇന്ത്യയിലുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങൾ, ക്ഷാമം, പകർച്ചവ്യാധികൾ എന്നിങ്ങനെ പല പ്രശ്നങ്ങളും ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായെങ്കിലും ഇദ്ദേഹം എല്ലാം വളരെ നയപൂർവ്വം നേരിട്ട് വിജയിച്ചു. എൽജിൻ പ്രഭു സെക്കൻഡിൻ്റെ കാലത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷാമ കമ്മീഷൻ്റെ പേരാണ് ലിയാൾ കമ്മീഷൻ. അപ്പോൾ എൽജിൻ പ്രഭു സെക്കൻഡിൻ്റെ കാലത്തെ ക്ഷാമ കമ്മീഷൻ്റെ പേരാണ് ലിയാൾ കമ്മീഷൻ. ആരുടെ കാലത്താണ് ലിയാൾ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത്? എൽജിൻ പ്രഭു സെക്കൻഡ്. മറന്നു പോകരുത്, എൽജിൻ പ്രഭു സെക്കൻഡിൻ്റെ കാലത്താണ് ലിയാൾ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത്. കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഔറംഗസീബ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഔറംഗസീബ് എന്നാണ് ആരറിയപ്പെട്ടിരുന്നത്? കഴ്സൺ പ്രഭു അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിനെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്ന് കഴ്സൺ പ്രഭുവിനെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ.
ബംഗാൾ വിഭജനം നടപ്പിലാക്കിയപ്പോഴുള്ള വൈസ്രോയി ആയിരുന്നു കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയപ്പോഴുള്ള വൈസ്രോയി ആയിരുന്നു കഴ്സൺ പ്രഭു. സർവകലാശാല കമ്മീഷൻ രൂപീകരിച്ചു. 1902 സർവകലാശാല കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ആരുടെ തോമസ് റാലെയുടെ നേതൃത്വത്തിൽ ഈ കമ്മീഷനുകൾ, കാരണം നമ്മൾ എഡ്യൂക്കേഷനുമായിട്ടുള്ള ഇതും പഠിക്കുന്നുണ്ട്, അപ്പോൾ ഈ കമ്മീഷനുകളുടെ പേരെല്ലാം ഓർത്തിരിക്കണം. 1902 സർവകലാശാല കമ്മീഷൻ ആരുടെ നേതൃത്വത്തിൽ? തോമസ് റാലെ. ആരായിരുന്നു വൈസ്രോയ്? കഴ്സൺ പ്രഭു. കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിച്ചു. കൃഷിയൊക്കെ പുനരുദ്ധാരണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കൃഷി ഗവേഷണ കേന്ദ്രം കഴ്സൺ ആരംഭിച്ചു. ദ ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം തയ്യാറാക്കിയത് റൊണാൾഡ് ഷെയാണ്. ദ ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം എഴുതിയതാര്? റൊണാൾഡ് ഷേ. ദ ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ, റൊണാൾഡ് ഷേ. ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിച്ചു. വെനീസിന് ഒരു പ്രത്യേകതയുണ്ട്, റോഡുകളില്ലാത്ത നഗരമാണ്. അപ്പോൾ ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചതാരായിരുന്നു? ഇദ്ദേഹമാണ്. ജോൺ മാർഷലിനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിട്ട് നിയമിച്ചു. സർ ജോൺ മാർഷലിനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിട്ട് നിയമിച്ചു. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചതും കഴ്സൺ പ്രഭുവാണ്. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചത് ആരായിരുന്നു? കഴ്സൺ പ്രഭുവായിരുന്നു. എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളുകൊണ്ടാണ്, ഞാനും അതുകൊണ്ട് തന്നെ ഈ രാജ്യം ഭരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചർമ്മത്തെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന വാക്കുകൾ പറഞ്ഞത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ദ പ്രോബ്ലം ഫോർ ദ ഈസ്റ്റ്, ജപ്പാൻ, കൊറിയ ആൻഡ് ചൈന. അപ്പോൾ താങ്ക് യു. എല്ലാവരും വാച്ച് ചെയ്യുക.